ഹായ് എവരി വൺ, വെൽക്കം ടു ബിഗ് ഡാറ്റ എൻ്റർടൈൻമെൻറ്റ്സ്. ഇന്ന് നമ്മൾ അജയൻ്റെ രണ്ടാം മോഷണം ARM കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഒപ്പം ഉണ്ടായ ആൾക്കാർക്ക് എന്താണ് അജയൻ്റെ രണ്ടാം മോഷണം കണ്ട ആ ഒരു ഫീൽ എന്തായിരുന്നു, ലൈക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് നമുക്ക് ചോദിക്കാം. എന്താണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഒരു മൂവിയാണത്. ലൈക്ക് ഒരു 3D വൈസ് കാണേണ്ട മൂവിയല്ല, പക്ഷേ ഓക്കെയാണ്. 3D കൊള്ളായിരുന്നു, സാധനം അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിച്ച് പോയതിൻ്റെ അത്ര ഒരു പവർ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും ഒരു ആവറേജ്, അതായത് വാച്ച് ചെയ്യാം നമുക്ക്. മസ്റ്റ് വാച്ച് മൂവി എന്നൊന്നും പറയാൻ പറ്റില്ല. മസ്റ്റ് വാച്ചിങ് 3D എന്നും പിന്നെ വിഷ്വൽസ് കാര്യങ്ങൾ കൊള്ളായിരുന്നു, 3D സൂപ്പറായിരുന്നു. വിഷ്വൽസ് കാര്യങ്ങളൊക്കെ അടിപൊളി സംഭവങ്ങളാണ്. ആക്ടിങ് അടിപൊളിയാണ്. ഫൈറ്റ് എന്താ പറയുക, ക്യാരക്ടർ കൊണ്ടുവന്നേക്കുന്നതെല്ലാം ഓക്കെ, എല്ലാവർക്കും ആപ്റ്റ് ആവുന്ന തന്നെ തക്കമുള്ള ക്യാരക്ടർ കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ ആവറേജ് പടം, ഒറ്റ വൺ ടൈം വാച്ച് കാണാൻ പറ്റുള്ളൂ, അല്ലാതെ അതിൽ കൂടുതലൊന്നും അല്ല. എനിക്കിഷ്ടപ്പെട്ടു സത്യത്തിൽ. കാരണം ടോവിനോടെ ആ ഒരു ഡബിൾ റോള് വരുന്ന ടൈമിൽ ടോവിനോടെ ആ ഒരു ആക്ഷനും ആ ഒരു എന്താ പറയുക അഭിനയം ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ഇരുന്നു പോകും. എനിക്ക് സത്യത്തിൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവരെല്ലാം പറഞ്ഞത് പിന്നെ ഓക്കെ മൂവിയാണ്, മസ്റ്റ് വാച്ചൊന്നുമല്ല, ബട്ട് നല്ല സിനിമ. അതുണ്ട്. അതുപോലെ മ്യൂസിക് ഒക്കെ കേൾക്കാനെല്ലാം ആ ഒരു BGM ഒക്കെ കേൾക്കാൻ അടിപൊളിയാണ്. എനിക്കിഷ്ടപ്പെട്ടു, ടോട്ടലി എനിക്കിഷ്ടപ്പെട്ടു. 3D വർക്കാൻ 3D കാണണം എന്ന് എനിക്കത് തോന്നിയില്ല. 3D ആയിട്ട് ഉള്ളൊരു 3D കാണാൻ പറ്റിയൊരു മൂവിയായിട്ട് തോന്നിയില്ല. ബട്ട് സിനിമ അടിപൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പലർക്കും പല അഭിപ്രായങ്ങളാണ്. വെർത്ത് വാച്ചിങ് ആണെന്ന് ചോദിച്ചാൽ അത്ര നമ്മൾ എക്സ്പെക്റ്റേഷൻ കൂടുതലായതുകൊണ്ടായിരിക്കും നല്ലോണമൊന്നും തോന്നിയില്ല സിനിമയിൽ. പക്ഷേ ചെയ്തു വെച്ചതൊക്കെ കൊള്ളായിരുന്നു. നല്ല ഫൈറ്റ് ആയിരുന്നു, നല്ല എല്ലാം മ്യൂസിക് സെറ്റ് ആയിരുന്നു. എനിക്ക് വേറെ ഏതൊക്കെ പടത്തിന്റെ ഒരു കുറേ എടുത്ത് എല്ലാ മ്യൂസിക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മ്യൂസിക് പല പടത്തിനും ഒടിയന്റെ ഒരു മ്യൂസിക് ഒക്കെ എനിക്ക് തീമൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, ഒരു പഴയ ഏതൊക്കെയോ മൂവിയുടെ എന്തൊക്കെയോ ഒരു എനിക്ക് ഫീൽ സ്റ്റോറി വൈസ് ഇല്ലേ, നമുക്ക് മുമ്പ് കണ്ട ഏതോ ഒരു സിനിമയുടെ ആ ഒരു അതുപോലെ ഒരു തോന്നലുണ്ട്. മറ്റേ ആ ഒരു പോലീസിനെയൊക്കെ തല്ലാൻ വരുമ്പോൾ അവിടെ അതിനകത്ത് ആ ഒരു ഫേസും ആ ഒരു വോയിസ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ വേറെ ഏതൊരു സിനിമ കണ്ടതിൻ്റെ ഒരു ഫീൽ അതേതാണെന്ന് നിങ്ങൾ ആലോചിച്ചെടുക്കണം. സ്റ്റോറി വൈസ് എനിക്ക് മറ്റേ രജനീകാന്തിന്റെ ലിംഗ ആ മൂവിന്റെ ആ ഒരു ലൈക്ക് അതേപോലത്തെ സ്റ്റോറിനല്ലോ, നമുക്ക് അതുമായിട്ട് സാമ്യമുള്ളൊരു പോലത്തെ സ്റ്റോറി. അതാണ് എനിക്ക് ഡയറക്ഷൻ കൊള്ളായിരുന്നു. ഡയറക്ഷൻ കൊള്ളാം, അസിസ്റ്റന്റ് ആയിരുന്നു ഡയറക്ട് ചെയ്തത് അല്ലേ. അതൊക്കെ ഡെബ്യൂ എന്നുള്ള രീതിയിൽ ഏറ്റവും അടിപൊളിയായിട്ട് അതാണ്. ഇപ്പൊ 3D ഇല്ല, മസ്റ്റ് വാച്ച് ഒന്നുമല്ല, പക്ഷെ 3D നമുക്ക് വർത്താണ് വാച്ച് ചെയ്യുന്നത്. ആ ഒരു മൊത്തത്തിൽ നമുക്ക് 3D കണ്ടിട്ട് നമുക്ക് നിരാശപ്പെടേണ്ടി വരില്ല. 3D എഫക്ട്സും കാര്യങ്ങളൊക്കെ കൊള്ളാം. പക്ഷെ ഈ സിനിമ ഈ സ്ക്രിപ്റ്റ് 3Dയിലാണോ കാണേണ്ടതെന്ന് നോക്കിയാൽ അതല്ല. പക്ഷെ കണ്ട വലിയ പ്രശ്നമൊന്നുമില്ല, ടോപ്പായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല 3D എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഫയർ വരുന്നതും അതുപോലെ തന്നെ അതൊക്കെ അടിപൊളി. അതാണ് പറഞ്ഞത്, 3D നമുക്കില്ലേ, 3D കണ്ടു എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷമം വരാനൊന്നുമില്ല. 3D വർത്താണ്. അതിപ്പോൾ 3D നമ്മൾ വാച്ച് ചെയ്തിട്ട് ഫൈൻ. ഒരാൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, ഒരാൾ ആവറേജ്, ഒരാള് വൺ ടൈം വാച്ചബിൾ. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലെന്നേ ഉള്ളൂ. ഞാൻ എക്സ്പെക്ട് ചെയ്ത് അത്രയും വന്നിട്ടില്ല. ഇവരൊക്കെ പറഞ്ഞതൊക്കെ ഒരു കോമൺ അഭിപ്രായമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ പടത്തെ പറ്റി പറയാം. നമുക്കൊക്കെ കണ്ടിരിക്കാം, ഓവർ ഹൈപ്പ് കൊടുത്ത് കാണേണ്ട സിനിമ. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളല്ലോ. അതെ, അപ്പം പടം ഇതാണ്, എല്ലാവരും കാണാൻ ശ്രമിക്കുക. മലയാളത്തിൽ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മലയാളത്തിൽ കണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും വിഷമമൊന്നും വരാനില്ല, നല്ല സിനിമ. ഓക്കെ, അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ബൈ.